നമസ്കാരം. നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇനാൽസ എന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ആണത്. ഇലക്ട്രിക് ഒരു ബ്ലെൻഡർ. അപ്പോൾ അതിന്റെ കൂടെ ബ്ലെൻഡിങ് മാത്രമല്ല വരുന്നത്, ചോപ്പിംഗ് വരും, വിസ്കിങ്, ബ്ലെൻഡിങ്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും കൂടി ഒറ്റ ടൂളില് ഒരു കിച്ചൺ അപ്ലയൻസ് ആണിത്. നമുക്ക് വീട്ടില് നമ്മൾ സാധാരണ പലരും ഇപ്പോൾ ഇങ്ങനെ ചരട് കൊണ്ട് ഇങ്ങനെ വലിച്ച് ചോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രിക് ആണ്. നമുക്ക് സവോളയോ പപ്പായ അങ്ങനെ ക്യാബേജ് സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഇത് മോട്ടറോ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും. കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല, ഇലക്ട്രിക് ആണത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ബ്ലെൻഡിങ്ങും വരുന്നുണ്ട്. നമുക്ക് കേക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാൻ, എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ എഗ്ഗ് ബീറ്റ് ചെയ്യാനും നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന്, ഇതിപ്പോ ഈ ഉപകരണം വാങ്ങിയിട്ട് ഇതിപ്പോ ഇനാൽസ എന്നുള്ള ബ്രാൻഡിന്റെ റോബോട്ട് ഇനോക്സ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്, 1000 എന്ന് പറഞ്ഞാൽ. അത് 800 വാട്ട്സ് DC മോട്ടറാണ് ഇതിൽ വരുന്നത്. ഇതിലിപ്പോ നോക്കിയാൽ കാണാം 800 വാട്ട്സ് മോട്ടറാണ്. ഇതിപ്പോ 7 വർഷം പഴക്കമുണ്ട്. ഇത് 7 വർഷം മുന്നേ വാങ്ങിയതാണ്. അന്ന് 2500 രൂപയോളം വില കൊടുത്ത് വാങ്ങിയ. ഇപ്പോഴും ഏകദേശം റേറ്റ് തന്നെയാണുള്ളൂ. ഈ മോഡൽ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പൊ 800 വാട്ട്സിന്റെ DC മോട്ടറാണ്. അപ്പൊ ഇതിന്റെ ബോക്സ് ഒക്കെ കുറച്ച് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ വരുന്ന അറ്റാച്ച്മെന്റ്സ്, ഒരു ബൗളും നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് വെച്ച്, ഇതിപ്പോൾ വളരെ ഈസിയാണ് കണക്ട് ചെയ്യാൻ. വെറുതെ ഇങ്ങനെ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ ലോക്കായി. അപ്പൊ ഇതിൽ വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ, വിസ്ക് ചെയ്യാനോ എല്ലാറ്റിനും നമുക്ക് വേറെ പാത്രം വേണമെന്നില്ല. നമുക്ക് ഇത് തന്നെ ഉപയോഗിച്ച് ഇതിങ്ങനെ അറ്റാച്ച്മെന്റ്സ്, 3 അറ്റാച്ച്മെന്റ്സ് ഇതിൽ മാറ്റി മാറ്റി കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിൽ വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇത് ചോപ്പിങ്. അപ്പൊ ഇത് നമുക്ക് ചോപ്പ് ചെയ്യണത്, ഇതിപ്പോ ഇതിനകത്ത് 3 പീസായിട്ടാണ് ഇത് വരുന്നത്. ഇതിപ്പോ കുറെ ഉപയോഗിച്ചിട്ട് കാലപ്പഴക്കം ഉണ്ട്. ഇത് സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ബ്ലേഡ് വരുന്നുണ്ട്. അപ്പൊ ഈ ബൗളിനകത്ത് ഈ ബ്ലേഡ് ആദ്യം ഫിറ്റ് ചെയ്യുന്നു. പിന്നെ ഈ മൂടി ഇതിനകത്ത് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ മാത്രം വേണ്ടു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഈ മോട്ടർ നമുക്ക് ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ അത് ഓക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പ്ലഗിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പറേഷനും, ഇതിന് 2 സ്പീഡ് ഉണ്ട്. സ്പീഡ് 1ഉം 2ഉം ഉണ്ട്. സ്ലോ സ്പീഡും ഹൈ സ്പീഡും ഉണ്ട്. അതുപോലെ ഇത് മാനുവൽ, ഇതിന് റോട്ടറി ഒരു നോബും കൂടെ വരുന്നുണ്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പീഡ് ഉണ്ടെങ്കിൽ തെറിക്കും. അപ്പോൾ സ്ലോവില് കറങ്ങണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതില് നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ റോട്ടറി നോബാണ്. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് ഇതിപ്പോൾ കറങ്ങുന്ന കാണാം. ഇതിപ്പോൾ ഫുൾ സ്പീഡാണ്. സ്പീഡ് 1, ഇത് 1, ഇത് 2 ആണ്. അപ്പോൾ ഈ 1 സ്ലോ സ്പീഡിനെയാണ് നമുക്ക് നോബ് കറക്കുന്നതനുസരിച്ച് സ്ലോ ആകും. ഫുൾ സ്പീഡിൽ മാറ്റമൊന്നും വരില്ല. സ്ലോ സ്പീഡിലാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഒരു റിംഗ് ലൈറ്റും ഉണ്ട് ഇൻഡിക്കേറ്റർ. ഇപ്പോൾ ഇത്രയും ലൈറ്റ് ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് അറിയാണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പവർ ഓൺ ആയോ എന്നറിയാൻ ഒരു ബ്ലൂ ലൈറ്റ്, ഒരു ലൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വിസ്ക് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് അവർ അതിൻ്റെ കൂടെ തരുന്നത് തന്നെയാണ്. മെഷറിങ് കപ്പ് തന്നെയാണ്. 1 ലിറ്ററിന്റെ ഒരു ജാറാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ച് നമുക്കിങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്ലെൻഡ് ചെയ്യണമെങ്കിലും ഇതിൽ തന്നെ നമുക്ക് വെച്ച് തന്നെ ഉപയോഗിക്കാം. എല്ലാറ്റിനും നമുക്ക് വളരെ അത് പുറത്തേക്ക് അധികം തെറിച്ച് പോകാതെ ഉപയോഗിക്കാൻ ഈ ബൗള് നല്ല യൂസ്ഫുൾ ആണിത്. അതേപോലെ നമുക്കിപ്പോൾ ചോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് വെറുതെ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അഴിക്കാനായിട്ട് ഇവിടെ 2 സൈഡ് ഒരു നോബുണ്ട്. ഈ നോബ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് റിലീസ് ആവും. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ചോപ്പ് ചെയ്യാനുള്ളത്, ഇപ്പോൾ കുറച്ച് സബോള ചെറിയ പീസുകളാക്കി ഇതിലിട്ടാൽ നമുക്ക് ഈ മൂടി ഇടേ വേണ്ട. ഇവിടുന്ന് നമുക്കിപ്പോൾ സ്ലോ സ്പീഡിൻ്റെ, ഫുൾ സ്പീഡിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പോൾ കത്തി കൊണ്ടൊക്കെ അരിയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കണ്ണിലേക്കൊക്കെ വെള്ളം വരുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിൽ പൗഡറായി കിട്ടി. നമുക്ക് ആവശ്യത്തിന് ഇനി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടുതൽ സമയം നമ്മൾ ഓടിച്ചാൽ അത് കൂടുതൽ കിട്ടും. ഇപ്പോൾ നമ്മൾ നോർമൽ യൂസിന് വേണ്ട രീതിയിൽ അത് പൗഡറാക്കി കിട്ടി. അതേപോലെ തന്നെ നമുക്കിതിൽ ഇപ്പോൾ പപ്പായ ഉണ്ട്, ക്യാരറ്റ്, ഇപ്പോൾ ക്യാബേജ്, ഇങ്ങനെ എന്ത് സാധനവും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതിൽ കുറച്ച് ക്യാരറ്റും ഇട്ടൊന്ന് നോക്കാം. നമുക്ക് എന്ത് സാധനം ആയാലും വളരെ ബ്ലേഡൊക്കെ നല്ല ഷാർപ്പാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് ചോപ്പ് ചെയ്യുന്നുണ്ട്.
ഇത്രേ ആവശ്യമുള്ളൂ. ഭംഗിയായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ എല്ലാം ചെറിയ പീസുകളായി. അപ്പോൾ തോരനൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പമാണ് ഇത്. കൈകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണേക്കാളും ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട്, ഇതിപ്പോൾ വലിയ പീസുകളൊന്നുമില്ല, അളവിന് നല്ല തോരനൊക്കെ വെക്കാൻ പാകത്തിന്. ഇതുപോലെ എന്ത് വേണമെങ്കിൽ നമുക്ക് ക്യാബേജോ എന്ത് നമുക്ക് അരിയാനുള്ള ഒരു സമയം സാധാരണ ചോപ്പർ നമ്മൾ കൈകൊണ്ട് ഇത് ചെയ്യുന്ന പോലെ തന്നെ അത്രയും പൊടിയായിട്ട് കിട്ടുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റാണ്. നമുക്ക് ഒരുപാട് സ്പീഡ്. ബ്ലേഡും നല്ല ഇപ്പൊ ഇത്രയും വർഷമായിട്ട് യാതൊരു ഒന്നും ബ്രേക്ക് ആവേ ഒന്നുമില്ല. ഈ പ്ലാസ്റ്റിക് ഇതൊക്കെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഒന്നിനും തകരാറ്. ഇത് 2 വർഷം വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പൊ 7 വർഷമായി. എന്നാലും ഇതിന് യാതൊരു തകരാറും ഇല്ല. നമ്മുടെ വീട്ടിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണ്. ഇപ്പൊ നമുക്ക് എന്ത് വെച്ചാലും ഇപ്പൊ തക്കാളിയൊക്കെ ഇതിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പൾപ്പാക്കി എടുക്കാം. മിക്സിയിൽ ചെയ്യണമെന്നില്ല. അതുപോലെയുള്ള എന്ത് സാധനം നമുക്ക് വളരെ എളുപ്പത്തിൽ. ഒരു ബ്ലേഡ് ഇട്ടില്ല. അപ്പൊ ഈ ബ്ലേഡ് ആദ്യം ഇടണം. ബ്ലേഡ് ഇട്ടിട്ട് ഇത്രയും എളുപ്പമാണ് കൈകാര്യം. ഇതിപ്പോൾ അഴിച്ച് മാറ്റാനായാലും കണ്ടില്ല, ഒരു ബട്ടൺ വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാം. യാതൊരു കൺഫ്യൂഷനും ഇതിലില്ല. അത്യാവശ്യം കട്ടിയുള്ളതാണെങ്കിലൊന്നും ബ്രേക്ക് ആവുന്ന അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ മാങ്ങയോ ഇതൊക്കെ ചമ്മന്തി ഇങ്ങനെയോ ഇതിപ്പോൾ സലാഡ് ചട്നി ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത്രേ ആവശ്യമുള്ളൂ. ഇപ്പം എല്ലാം നല്ല പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് പീസുകളൊന്നുമില്ല, എല്ലാം ഭംഗിയായിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ടും ഹൈജീനിക് ആയിട്ട് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇത് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഒന്നും തകരാറൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഇത് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ഇതാണെങ്കിൽ പലതൊക്കെ പറഞ്ഞൊക്കെ വരും. ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നല്ല സൈലന്റ് ആയിട്ട് തന്നെ ഓടുന്നുണ്ട്. 3 വർഷമായിട്ട് തന്നെ സൗണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ യാതൊരു തകരാറും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇനാൽസ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റാണിത്. ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ നിർത്തുന്നു. കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.